11ാമത് വൃക്ഷ യജ്ഞവുമായി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ കഴിഞ്ഞ 10 വർഷമായി തുടർന്ന പദ്ധതിയിലൂടെ 6 ലക്ഷം ഫലവൃക്ഷ തൈകളാണ് ശ്രീമൻ നാരായണൻ വിതരണം ചെയ്തത്. അതിജീവനം ഉറപ്പാക്കുന്ന നക്ഷത്ര വൃക്ഷങ്ങളാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 6 ലക്ഷത്തിലധികം ഫലവൃക്ഷ തൈകളാണ് പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീമൻ നാരായണൻ വൃക്ഷയജ്ഞം പദ്ധതിയിലൂടെ വിതരണം ചെയ്തത്. സ്വന്തം ഗ്രാമമായ മുപ്പത്തടുത്ത് വെച്ചുപിടിപ്പിച്ച 10,000 മാവും പ്ലാവും കായ്ച്ചു തുടങ്ങി. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റമാണിപ്പോൾ. ഇത് മനുഷ്യന് വലിയ വിപത്താണുണ്ടാക്കുന്നത്. അത് പരിഹരിക്കാനാണ് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷയജ്ഞം പദ്ധതി ശ്രീമൻ നാരായണൻ ആരംഭിച്ചത്. പ്രകൃതിയിലുള്ള ആക്രമണം കൊണ്ട് വൃക്ഷങ്ങളും മറ്റും വെട്ടി നശിപ്പിച്ച് നമ്മൾക്ക് പ്രാണവായു ഒക്കെ ലഭിക്കുന്ന, നമ്മളുടെ വെള്ളം ശുദ്ധീകരിക്കുന്ന, വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ വരുത്തുന്ന വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നതുകൊണ്ട്, നിസ്സാര കാരണങ്ങളെ കൊണ്ടൊക്കെ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന അപജയങ്ങളാണ് ഈ പ്രകൃതിയിലെ. അതുകൊണ്ടാണ് ഇത്രയും ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ, പ്രകൃതിയുടെ ഉള്ള ആ കടന്നുകയറ്റത്തെ, അതുകൊണ്ടുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ നമുക്ക് പരിഹരിക്കാൻ ഒറ്റ മാർഗം ഈ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കലുള്ളൂ. അതുകൊണ്ടാണ് 10 വർഷം മുമ്പ് ഈ വൃക്ഷയജ്ഞം എന്ന പേരിൽ നമ്മൾ ഒരു വലിയ വിതരണം, അതുമാതിരി വൃക്ഷങ്ങൾ വയ്ക്കുന്ന ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഇത്തവണ നക്ഷത്ര വൃക്ഷങ്ങളാണ് വൃക്ഷയജ്ഞത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ പരിസ്ഥിതി ദിനത്തിൽ നട്ട നിരവധി തൈകൾ നശിച്ചുപോയിരുന്നു. അതിന് പരിഹാരമായാണ് ഇത്തവണ നക്ഷത്ര വൃക്ഷങ്ങൾ നൽകുന്നത്. നക്ഷത്ര വൃക്ഷങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നതുകൊണ്ട് വളരെയധികം പ്ലസ് പോയിന്റ്സുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആവശ്യക്കാരെ വരുള്ളൂ. ആവശ്യക്കാർ വന്ന് അവന് ആവശ്യമുള്ള അവൻ്റെ നക്ഷത്രത്തിലുള്ള വൃക്ഷം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരത് നട്ടുപിടിപ്പിക്കും. അപ്പോൾ അതിൻ്റെ അതിജീവനം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷങ്ങൾ നടൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിനെ പരിചരിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൃക്ഷങ്ങൾ കരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ നക്ഷത്രത്തിൻ്റെ ആ വൃക്ഷമാണ് ഞാൻ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് നട്ടു വളർത്തുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ചുമതലയായിട്ട് അവൻ സ്വയം സ്വീകരിക്കും. അത് വച്ച് പിടിപ്പിക്കും. അതുകൊണ്ട് അതിൻ്റെ അതിജീവനം സാധ്യമാവും. നടാൻ നനയ്ക്കാൻ നടയിൽ വയ്ക്കാൻ പദ്ധതിയിലൂടെ 1.5 ലക്ഷം ചെത്തി, തുളസി, കൂവളം തൈകളും ശ്രീമൻ നാരായണൻ വിതരണം ചെയ്തിരുന്നു. എറണാകുളം ജില്ലയിൽ 1 ലക്ഷം ആര്യവേപ്പിൻ തൈകൾ നട്ടുപിടിപ്പിച്ച പദ്ധതിയും 2025 പൂർത്തിയാക്കി. വേനൽക്കാലത്ത് ദാഹിച്ചു വലയുന്ന പക്ഷികൾക്കായി ദാഹജലത്തിനൊരു മൺപാത്രം പദ്ധതി പ്രകാരം ഇതുവരെ 2,30,000 മൺപാത്രങ്ങളാണ് ശ്രീമൻ നാരായണൻ വിതരണം ചെയ്തത്. പദ്ധതിയുടെ ഭാഗമായി 1 ലക്ഷം തികയുന്ന മൺപാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.